സമ്മോഹന സപ്തതി. ഡോക്ടർ ജോർജ് ഇരുമ്പൻ തോമസ് സപ്തതിയുടെ നിറവിലെത്തി നിൽക്കുന്നു. ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു സുഹൃത ജന്മത്തിന്റെ സന്തോഷ സമ്മോഹന സപ്തതി. 7 പതിറ്റാണ്ട് പിന്നിടുന്ന ആ ധന്യജീവിതത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം നൽകാൻ പ്രയാസമാണ്. കാരണം അത്രയേറെ മേഖലകളിലും വ്യക്തികളിലും കുടുംബങ്ങളിലും സഭകളിലും മുദ്രിതമാണ് ആ ഇരുമ്പൻ ടച്ച്. 1956 ജൂൺ 1 തൃശൂർ വേലൂരിൽ ഇരുമ്പൻ വീട്ടിൽ തോമസ് മേരി ദമ്പതികളുടെ 6 മക്കളിൽ മൂത്തയാളായി ജനനം. താഴെ 4 സഹോദരിമാരും ഒരു അനുജനും. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും BSc പൂർത്തീകരിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് എത്തിയതോടെയാണ് ജോർജ് എന്ന ജോർജ് ഇരുമ്പന്റെ ജീവിതത്തിന്റെ സംഭവബഹുലമായ ഒരു ഏട് ആരംഭിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഠനകാലത്ത് EU എന്ന ക്യാമ്പസ് സംഘടനയിലൂടെ അദ്ദേഹം യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടു. 1978 സെപ്റ്റംബറിൽ രക്ഷിക്കപ്പെട്ടു. അക്കാലത്ത് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന മറ്റ് ക്രൈസ്തവ സ്നേഹിതരുടെ ബന്ധവും കൂട്ടായ്മയും അദ്ദേഹത്തെ ക്രൈസ്തവ ദർശനത്തിൽ ഉറപ്പിച്ചു നിർത്തി. ഒരു വ്യക്തിക്ക് മറ്റെന്തെല്ലാം കഴിവുകളും പ്രാപ്തിയും ഉണ്ടെന്നിരിക്കലും സ്വഭാവ സമഗ്രതയേക്കാൾ മൂല്യവത്തായ മറ്റൊരു ശ്രേഷ്ഠതയുണ്ടോ? ജോർജ് തോമസിനെ മറ്റു പലരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും ആ സവിശേഷതയാണ്. സരളവും ഋജുവുമായ ജീവിതരേഖയാണ് അദ്ദേഹത്തിൻ്റേത്. ഇരുമ്പേട്ടൻ്റെ ഉവ് എപ്പോഴും ഉവും, ഇല്ല എപ്പോഴും ഇല്ല എന്നും ആയിരുന്നു. ഡോക്ടർ ജോർജ് ഇരുമ്പനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ കർത്താവ് നഥനയേലിനെ കുറിച്ച് പറഞ്ഞ ഒരു കമൻ്റാണ്. സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല. ഇരുമ്പേട്ടൻ അതുപോലൊരു മനുഷ്യനാണ്. ദുരൂഹതകളോ തന്ത്രങ്ങളോ സൂത്രങ്ങളോ ഒന്നുമില്ല, അഭിനയങ്ങളോ ഇല്ലാതെ ലളിതമായി ജീവിക്കുന്ന ഒരു കാപട്യമില്ലാത്ത ഒരു നല്ല മനുഷ്യൻ. എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉള്ളത് കാപട്യമില്ലാത്ത, അസൂയ ലെവലേശമില്ലാത്ത ഇരുമ്പേട്ടനെയാണ്. യേശുവിന്റെ സുവിശേഷത്തിന്റെ രൂപാന്തരീകരണ ശക്തിക്ക് നേർ സാക്ഷ്യമാണ് ഡോക്ടർ ജോർജിന്റെ ജീവിതം. മനുഷ്യന് സ്വയപ്രജ്ഞത്താൽ മാറ്റാനാകാത്ത സ്വഭാവ ന്യൂനതകൾ പോലും ദൈവാത്മാവിന്റെ സഹായത്താൽ രൂപാന്തരപ്പെടും എന്നതിന് തെളിവാണ് അദ്ദേഹം. ജോർജ് ഇരുമ്പനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നല്ല ചിന്തകളല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് മനസ്സിലേക്ക് വരുന്നില്ല. 1982 മുതലെങ്കിലും ജോർജ് ഇരുമ്പനെ പരിചയമായിട്ടുണ്ട്. തൻ്റെ വിദ്യാഭ്യാസ കാലത്തും അതിനുശേഷം തൻ്റെ വിവാഹം സംബന്ധിച്ചും ഞങ്ങൾക്ക് വളരെയധികം അടുത്ത് ഇടപെടുവാൻ ദൈവം അനുവാദം നൽകിയിട്ടുണ്ട്. ജോർജ് ഇരുമ്പനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന അനേക ചിന്തകളുണ്ടെങ്കിലും അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്ന്, കൊളറിക് ടെമ്പർമെൻ്റ് ഉണ്ടായിട്ട് അതിൻ്റെ ന്യൂനതകളൊന്നും തന്നെ എനിക്ക് കാണുവാൻ കഴിയാത്ത ഒരു നല്ല സഹോദരനാണ് ജോർജ് ഇരുമ്പൻ. സാധാരണ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ കൊളറിക്കുകൾക്കും അതിൻ്റേതായിരിക്കുന്ന ന്യൂനതകൾ കുറേയൊക്കെ ഉണ്ട്. എന്നാൽ ജോർജ് ഇരുമ്പൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയമായിടത്തോളം കൊളറിക്സിൻ്റെ ന്യൂനതകൾ ഇല്ലാത്ത ഒരു സഹോദരനാണ്. പഠനശേഷം വിവാഹത്തിന് ഒരുങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തു. ജനിച്ച സമുദായത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും മാറിയുള്ള വിവാഹ തീരുമാനത്തെ വീട്ടുകാരും അതിശക്തമായി എതിർക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ആകെ ഉലച്ചു കളയുന്ന ആ ബഹിഷ്കരണത്തിനിടയിലും ദൈവശക്തിയിലും സഹോദര കൂട്ടായ്മയിലും ചാരി ഉറച്ചു നിൽക്കുവാൻ ഡോക്ടർ ജോർജിനും സഹധർമ്മിണി മീരയ്ക്കും കഴിഞ്ഞു. തൻ്റെ വിവാഹ സമയത്ത് താനെ പ്രകടിപ്പിച്ചതായിരിക്കുന്ന ധൈര്യവും അതുപോലെ എടുത്തതായിരിക്കുന്ന സ്റ്റാൻഡും പ്രശംസനീയമാണ്. തനിക്ക് തക്കതായിരിക്കുന്നവരെയായി മീരയും ദൈവം നൽകി. അവർ ഇരുവരും ചേർന്ന് മനോഹരമായിരിക്കുന്ന ഒരു കുടുംബം പണിതു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർ കൊടുത്ത മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നീട് അദ്ദേഹം കോഴിക്കോട് സഭയുടെ എൽഡറായി. അന്നു മുതൽ ഇന്ന് വരെ സഭയെ നയിക്കാനും പഠിപ്പിക്കാനും പരിപാലിക്കാനും ശ്ലാഘനീയമായ പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തിപ്പോരുന്നു. സഭാംഗങ്ങൾക്ക് വഴികാട്ടിയും സ്നേഹിതനുമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് അദ്ദേഹം ശുശ്രൂഷ തുടരുന്നു. എന്ന നിലയിൽ വർഷങ്ങളായിട്ട് ജോർജ് ഇരുമ്പൻ സഹോദരൻ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്നു. എനിക്ക് താന് ഒരു സഹപ്രവർത്തകനും സ്നേഹം നിറഞ്ഞ സുഹൃത്തും വിശ്വാസിയും എല്ലാമായിരിക്കുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 1982 സ്വർഗാലോഡ്ജിലെ സഭായോഗത്തിൽ വെച്ചാണ് ജോർജ് ഇരുമ്പനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് ഇരുമ്പേട്ട എന്ന ആളുകൾ വിളിക്കുന്നത് കേട്ട് ഞാനും ആ വിളി പിന്തുടർന്നു. കഴിഞ്ഞ 44 വർഷം ഉള്ള ഞങ്ങളുടെ ബന്ധത്തിന്റെ ആകത്തുക അതാണ്. അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. തുടക്കത്തിൽ ഡോക്ടർ ജോർജിനോട് അടുപ്പം കാണിക്കാൻ വിമുഖത കാണിച്ച പലരുമുണ്ട്. എന്നാൽ പരിചയപ്പെട്ടവർക്കറിയാം, ബന്ധമൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ
അത് സുദൃഢമാവുകയും ആഴവും പരപ്പുമുള്ളതായി നിലനിൽക്കുകയും ചെയ്യുമെന്ന്. 1998 ഞാൻ ആദ്യമായിട്ട് സഭയിൽ വരുന്നത്. അന്ന് തൊട്ടാണ് ഇരുമ്പനങ്ങളെ പരിചയമുള്ളത്. ഇരുമ്പൻ എന്നുള്ള പേരുള്ളത് കൊണ്ടായിരിക്കാം ആദ്യമൊക്കെ ചെറിയൊരു ഭയവും ഒക്കെ ആയിരുന്നു ഇരുമ്പനങ്ങളോട് ഇടപെടുന്നത്. എന്നാലും പിന്നീട് അത് മാറി മാറി വന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ഉന്നമനവും വളർച്ചയും ഒക്കെ എത്രത്തോളം ഇരുമ്പനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആ ബന്ധം വളർന്നു തുടങ്ങിയത്. അനേകരെ സ്വാധീനിക്കുവാനും ശിഷ്യപ്പെടുത്തുവാനും ദൈവം ഉപയോഗിച്ചു. ഞാൻ വളരെ കാലം കോഴിക്കോട് സഭയുടെ ഭാഗമായിരുന്നു. എന്നെ സ്നാനപ്പെടുത്തിയതും ഞങ്ങളുടെ വിവാഹം നടത്തിയതും ഒക്കെ ഇരുമ്പേട്ടനാണ്. ഹൃദയം തൊടുന്ന നന്മ പകരുന്ന ബന്ധങ്ങൾ, അതാവും ജോർജിന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. പ്രദർശനപരത തൊട്ടു തീണ്ടാത്ത നേരുള്ള നിറിവുള്ള ബന്ധങ്ങൾ, ഊഷ്മളവും ഊർജദായകവുമായ ചങ്ങാത്തങ്ങൾ, അനുഭവസ്ഥർ സ്നേഹവായ്പോടെ അനുസ്മരിക്കുന്ന എത്രയെത്ര സൗഹൃദ കൂട്ടായ്മകൾ. നിഷ്കളങ്കമായ ചിരിയോടെ അരികത്തെത്തി ചേർത്ത് നിർത്തി തോളത്ത് തട്ടി ഉള്ളിൽ തൊടുന്ന വാക്കുകൾ സംസാരിക്കുന്ന ഇരുമ്പേട്ടൻ എനിക്ക് ശരിക്കും ഒരു നല്ല ചേട്ടനാണ്. 1984 തുടങ്ങിയ പരിചയത്തിൽ ഞാൻ പലപ്പോഴും ധാരാളം ബുദ്ധി ഉപദേശങ്ങൾ ചോദിച്ച് ഒടുവിൽ ഇരുമ്പേട്ടൻ എൻ്റെ മെന്റേഴ്സിൽ പ്രധാനിയായിട്ട് മാറി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിൽ വിളിച്ച് അതിഥി സൽക്കാരത്തിൻ്റെ മര്യാദകളും പാഠങ്ങളും ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇരുമ്പേട്ടൻ. ഇടയ്ക്കിടെ ഇരുമ്പേട്ടൻ കാണുമ്പോഴും അതുപോലെ ഫോൺ വിളിച്ചും ഒക്കെ അന്വേഷിക്കും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സഭയൊക്കെ എങ്ങനെ പോകുന്നു, മിനിസ്ട്രിയൊക്കെ എങ്ങനെ പോകുന്നു. ഒരു കാര്യം എനിക്കറിയാം, ഇപ്പോഴും ഞങ്ങളെ ഓർത്ത് സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഏതാനും ചില ആൾക്കാരിൽ ഒരാളാണ് ഇരുമ്പേട്ടൻ. എന്നെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ, എൻ്റെ വളർച്ചയിൽ ഒരു നല്ല ജ്യേഷ്ഠനായി കൂടെ നിന്ന് തിരുത്തേണ്ടടുത്ത് തിരുത്തി, മാറ്റം വരുത്തേണ്ടടുത്ത് ഉപദേശങ്ങൾ നൽകി, ഏറെ ആത്മാർത്ഥമായി സ്നേഹിച്ച് കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് ധൈര്യപ്പെടുത്തി എന്നെ വളർത്തിയതിലും എന്നെ പ്രയോജനപ്പെടുത്തിയതിലും ഇരുമ്പേട്ടന് ഒരു നിസ്തുല്യമായിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. എൽഡർ, ഡോക്ടർ എന്ന റോളുകൾക്ക് പുറമെ ഒരു നല്ല കവിയും ഗാനരചയിതാവും കൂടിയാണ് ജോർജ് ഇരുമ്പൻ. മലയാള ക്രൈസ്തവ ഗാനശാഖയ്ക്ക് സുഗതസുന്ദരമായ നിരവധി ഗാനങ്ങളും ആലോചനാമൃതമായ പല കവിതകളും ആ തൂലികയിലൂടെ പിറവികൊണ്ടു. ഇരുമ്പേട്ടൻ വളരെ ശക്തമായ വികാരങ്ങളുടെ അനർഗളമായ കവിഞ്ഞൊഴുക്കായിട്ടുള്ള കവിത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പലപ്പോഴും ഇരുമ്പേട്ടനോട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അത് പക്ഷേ കേവലം ഒരു വൈകാരികം ആയിട്ടുള്ള ഒരു അനുഭവമല്ല, മറിച്ച് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു അടുപ്പമാണ്, ഊഷ്മളതയുള്ളതാണ്, അതിൽ ആത്മാർത്ഥതയുണ്ട്. ജീവിതവും വാക്കും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ഇരുമ്പേട്ടനെ കൂടുതൽ പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കിയ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭക്തനായിട്ടുള്ള ക്രിസ്ത്യാനി എന്നുള്ളതിന്റെ അനുഭവമാണ്. പലപ്പോഴും വിളിക്കും, എന്നിട്ട് ചോദിക്കും, ഈ ഇടയ്ക്ക് ഉത്സാഹം തന്നിട്ടുള്ള ദൈവവചനത്തിലെ ചിന്ത എന്താണ്? എന്നിട്ട് ഇരുമ്പേട്ടന് കിട്ടിയ ചില ഉത്സാഹങ്ങൾ പങ്കുവയ്ക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്ന എത്ര വിശ്വാസികൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഓർക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ കൃപാവരങ്ങൾ മനസ്സിലാക്കി ആത്മീയമായിട്ട് ഞങ്ങളെ വളർത്തുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്ന് വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. സഭകളുടെ പാരസ്പര്യ ബന്ധങ്ങൾ മാതൃകാപരമായി മുന്നോട്ട് പോകണമെന്ന് കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് ഇരുമ്പേട്ടൻ. ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുമ്പോഴൊക്കെ ആ മനസ്സും തേങ്ങും. പലപ്പോഴും ഇരുമ്പേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയും ആഗ്രഹവും നമ്മുടെ സഭകളും വിശ്വാസികളും തമ്മിലുള്ള കൂടുതൽ മെച്ചപ്പെട്ട ബന്ധവും ഐക്യവുമാണ്. ഇരുമ്പേട്ടനോടുള്ളത് ഒരു റെഫറൻസാണ്. സ്നേഹവും ബഹുമാനവും എല്ലാം ചേർന്ന ഒരു ആദരവ് ആർക്കും പിടിച്ചു വാങ്ങിക്കാൻ കഴിയുന്നതല്ല. ഒരു പഴയ ഓർമ്മ, എനിക്ക് ഏകദേശം 10 വയസ്സുള്ളപ്പോൾ മുത്തപ്പുഴ മല ഇറങ്ങി ആനക്കാമ്പോയിൽ സ്കൂളിലേക്ക് ഞാൻ പോകുമ്പോൾ കല്ലും മണ്ണും ഒക്കെ ചവിട്ടി മല കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ഇരുമ്പേട്ടൻ. ഇപ്പോൾ ഏകദേശം 42 വർഷങ്ങൾ പിന്നിട്ടു. അന്നും ഇന്നും ദൈവപ്രമാണങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കുന്ന, ഉയർച്ചയിലും താഴ്ചയിലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന അനേക കുടുംബ പ്രേക്ഷകരെ ഉത്സാഹിപ്പിച്ച ഒരു വ്യക്തിത്വം. കോഴിക്കോട് സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഡോക്ടർ ജോർജിന്റെ പ്രവർത്തന മണ്ഡലം. മിഷൻ അദ്ദേഹത്തിന് എല്ലാ കാലത്തും ആവേശമായിരുന്നു. പ്രായം മറന്ന് ദീർഘയാത്ര നടത്താനും മിഷൻ വിസിറ്റുകൾ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബേട്ടനെക്കുറിച്ച് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും ഒരു പ്രധാന കാര്യം മാത്രം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ മിഷൻ ദർശനത്തെക്കുറിച്ചാണ് അത്. ഞങ്ങളിവിടെ മഹാരാഷ്ട്രയിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും ഇരുമ്പേട്ടനും മേരി ചേച്ചിയും ഇവിടെ മാത്രമല്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെയും അവരുടെ ഈ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിലും ഇവിടെ വന്ന്
ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുകയും മെഡിക്കൽ ക്യാമ്പ് ഒക്കെയും സംഘടിപ്പിച്ച് അങ്ങനെ ഇവിടെയുള്ള വിശ്വാസികൾക്കൊക്കെയും വളരെ ഉത്സാഹം തരാറുണ്ട് എന്ന് ഓർത്ത് ദൈവത്തെ നന്ദി പറയുകയാണ്. അവർ മാത്രമല്ല, അവർ വരുമ്പോഴേ കൂടെ ഒരു കുടുംബത്തെയും കൂടെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുവരാറുണ്ട് എന്നുള്ളതും ഞങ്ങൾ ഓർക്കുകയാണ്. ഒരു സഭയുടെ സംസ്കാരവും സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിൽ അവിടുത്തെ നേതൃത്വത്തിന് പ്രധാന പങ്കുണ്ട്. കോഴിക്കോട് സഭ അതിൻ്റെ ഓരോ അംഗത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരു സഭയാണ്. യുവതി യുവാക്കൾക്ക് സാധ്യതകളും അവസരങ്ങളും നൽകി വളർത്തുന്ന സഭയാണ്. ആരും അവഗണിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇരുമ്പേട്ടൻ കാണിക്കുന്ന ശ്രദ്ധ പ്രശംസനീയമാണ്. കോഴിക്കോട് സഭയ്ക്ക് ഉള്ള ഒരു സംസ്കാരമുണ്ട്. അവിടെ വരുന്ന യുവാക്കളെ അവരുടെ ഭാവിയെ മുൻകണ്ടുകൊണ്ട് അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ആത്മീയ ദൗത്യത്തിൽ ആ ദൗത്യം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നതിന് ഉള്ള നിർണായക പങ്ക് ഇരുമ്പനങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. എന്താണ് ഡോക്ടർ ജോർജ് ഇരുമ്പൻ്റെ ഏറ്റവും താല്പര്യമുള്ള മേഖല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തെ പരിചയമുള്ളവർക്കെല്ലാം സംശയമില്ലാത്ത ഉത്തരമുണ്ട്: കുടുംബവും സഭയും. കുടുംബങ്ങളുടെ സ്വസ്ഥതയ്ക്കായി ആ ഹൃദയം എപ്പോഴും തുടിക്കുന്നു. സഭയുടെ അഭിവൃദ്ധിക്കായി ആ ഹൃദയം എപ്പോഴും കൊതിക്കുന്നു. കുടുംബത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും പറയുമ്പോൾ ഇരുമ്പേട്ടൻ്റെ വാക്കുകളിൽ ചോരാത്ത ആവേശവും ഉൾക്കടമായ വികാരഭാവവും ഇപ്പോഴും പ്രകടമാണ്. കർത്താവിൻ്റെ സഭയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ഭാരം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കുടുംബങ്ങൾ ദൈവവചന പ്രകാരം പുനർക്രമീകരിക്കണമെന്നുള്ളതും സഭ എന്നുള്ളത് ദൈവത്തിൻ്റെ ഭവനമാണ്, അവിടെ ഭവനത്തിലെ ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കണമെന്നുള്ളതും എത്ര പറഞ്ഞാലും മതിവരാത്ത കർത്താവിൻ്റെ പരിപാടിയായ കുടുംബത്തെയും സഭയെയും കുറിച്ചുള്ള തീഷ്ണത സൂക്ഷിക്കുന്ന, കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിക്കുന്ന പ്രിയ സഹോദരന് ജന്മദിന ആശംസകൾ ഈ 70-ാം വർഷത്തിൽ അർപ്പിക്കുന്നു. പ്രിയ ഇരുമ്പേട്ട, അങ്ങേക്ക് കോഴിക്കോട് സഭയുടെ അഭിവാദ്യങ്ങൾ. കോഴിക്കോടിൻ്റെ അല്ല, കേരളത്തിൻ്റെ, അതിനുമപ്പുറം ഭാരതത്തിൻ്റെ അഭിമാനമാണ് താങ്കൾ. അനേക ജീവിതങ്ങളിൽ താങ്കൾ കൊളുത്തിയ സ്നേഹചിരാതുകൾ വറ്റാത്ത സ്നിഗ്ധ തൈലാഭിഷേകം പോലെ നിരന്തരം പ്രകാശം പരത്തട്ടെ. ഈ ജീവിത ദർശനത്തിന്, ഉദാത്ത മാതൃകയ്ക്ക് കോഴിക്കോട് സഭയുടെ സ്നേഹാദരങ്ങൾ.